കണ്ണെഴുതി പൊട്ടുന്നൊട്ട് എന്നുള്ള സിനിമയുടെ കഥ കെട്ടി രാജീവ് കുമാർ പറഞ്ഞതിന് ശേഷം മഞ്ജു വരെ ചോദിച്ച ആദ്യത്തെ ചോദ്യം, എനിക്ക് സിനിമയും ഇതിന്റെ തീമും എല്ലാം വളരെ ഇഷ്ടമായി. ഇതിൽ നഗ്നതയുണ്ടോ? ഇതിൽ ഞാൻ ഇന്റിമേറ്റ് സീനെ അഭിനയിച്ച് കാണിക്കേണ്ടതുണ്ടോ? എങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ ഒരു കൺസേൺ. ദിൽഷ ചോദിച്ചു, അതിൽ ലെസ്ബിയൻ ലവ് ആണ് കാണിക്കുന്നത്, അപ്പൊ ഇന്റിമസി ഉണ്ടാവുമോ, ഞാനത് ചെയ്ത് കാണിക്കേണ്ടി വരും, അങ്ങനെ ഒരു ഭയമുണ്ട്? അല്ല, ചേച്ചി ഓൾറെഡി എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഒരുപാട് ഇന്റിമസി സീനുകളും കാര്യങ്ങളും ഒന്നും ചേച്ചി എല്ലാം എൻ്റെ അടുത്ത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാ. നമ്മൾ ഇതില് അങ്ങനെ ഒരു വൾഗാരിറ്റി കൊണ്ടുവരാനല്ല നമ്മൾ ഇതിൽ നോക്കിയത് ആക്ച്വലി. അതായത് ഇപ്പം എങ്ങനെ ഒരു മൂവി എടുത്ത് നോക്കിയാലും, ഒരു ലെസ്ബിയന്റെ മൂവി എങ്ങനെ എടുത്ത് നോക്കിയാലും അവർ ഇപ്പൊ ആദ്യം നമ്മൾ ഇതിന് മുന്നേ ഏതോ 2-3 മൂവിയിലൊക്കെ ഇങ്ങനത്തെ സീനുകളൊക്കെ ഉണ്ട്. നമ്മൾ അതിലുപരി അതിന്റെ ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കാണിക്കാൻ നോക്കിയത്. ഒരു പ്രണയം. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റോറി എടുക്കുമ്പോൾ ആളുകൾ കൂടുതലും ഞാൻ കേട്ടതും കണ്ടതായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് ആക്ച്വലി. അങ്ങനെ ഞാൻ കൂടുതലും കേട്ടത് അങ്ങനെ, അതിൽ അങ്ങനെ ഒരു സീൻ ഇല്ലേ, ഇങ്ങനെയുള്ള സീൻ ഉണ്ടാവില്ല, അതിനെയാണ് കൂടുതൽ അവർ പോർട്രേ ചെയ്യാൻ നോക്കുന്നത്. അതെ, പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇതിൽ കൂടുതൽ കാണിക്കുന്നത് ഇന്റിമസിനേക്കാളും കൂടുതൽ ആ കുട്ടിയുടെ ആ ഒരു സ്ട്രഗിളും. അത് സിനിമ കണ്ട് മനസ്സിലാക്കുക തന്നെയായിരിക്കും നല്ലത്. അതാണ് കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖസാക്കിന്റെ ദിവസത്തിൽ സൗവർഗരതിയെ പറ്റി പറയുന്ന ഒരു പർട്ടിക്കുലർ പോർഷൻ ഉണ്ട്. ചന്ദനമരങ്ങളിൽ മാധവിക്കുട്ടി വളരെ വിശാലമായിട്ട് തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയെ മാത്രം ഇങ്ങനെ കാര്യങ്ങളൊക്കെ വരെ എത്രയധികം സമയം പിടിച്ചെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, സമയം പിടിച്ചത് ഞാനൊക്കെ ചെറിയ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ളത് ഈ സൈക്കിൾ യജ്ഞം നടത്തുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ മാത്രം സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരുണ്ടായിരുന്നു അന്നൊക്കെ. അവരെ നമ്മൾ പകലൊന്നും അവരെ കാണില്ല. അവരെ നമ്മൾ രാത്രി ഞങ്ങളെ പറമ്പിലൊക്കെ വെച്ചിട്ട് ഒരു കളിക്കുമ്പോൾ നല്ല ഭംഗിയുള്ള സുന്ദരിയായ സ്ത്രീകളായി നമുക്ക് തോന്നും. അങ്ങനെ അവരെ മേക്കപ്പ്, പക്ഷെ അവരൊക്കെ പുരുഷന്മാരായിരുന്നു അന്ന്. അങ്ങനെയാണ് കണ്ടിരുന്നത്. പിന്നീട് കുറെ മാറിയപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ വന്നപ്പോൾ തന്നെ ടച്ചപ്പിനും അതിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളൊക്കെ വരാൻ തുടങ്ങി. പക്ഷെ അന്നൊന്നും അവരെ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു. മനസ്സുകൊണ്ട് അവർക്ക് എതിരായിരുന്നു ഞാൻ. ഇതെന്തിനാണ് ഇങ്ങനെ, ഇതെന്താ ആണുങ്ങളെ പോലെ എന്തൊരു വേഷം കെട്ടുന്നു, പെണ്ണുങ്ങളെ പോലെ വേഷം കെട്ടുന്നു പറഞ്ഞ മനസ്സിൽ. പക്ഷെ അവരോട് പറഞ്ഞില്ല. പിന്നെ അവരെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ്. അവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാനൊരു നാടകം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ പറ്റിയിട്ട്. അപ്പം ഞാൻ ഒരുപാട് അവരെ പറ്റി പഠിച്ചു. അവർ വീട്ടിൽ വരികയായിരുന്നു. അപ്പം ഇതൊരു രോഗമോ ഒന്നുമല്ല, ഇതവരുടെ ഹോർമോൺ ചേഞ്ച് ആവുന്നതാണ്. ചേഞ്ച് അല്ല, അവരങ്ങനെയാണ് ജനിക്കുന്നത്. അത് ഒരു പുരുഷനാണെങ്കിൽ അത് പെണ്ണിന്റെ മനസ്സോടെയാണ്. അത് ആ കുട്ടികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ്. അവരറിയുന്നില്ല. അവരൊരു 8-10 വയസ്സാവുമ്പോൾ അവരിൽ വരുന്ന ഈ മാറ്റങ്ങളുണ്ടല്ലോ, അവരുടെ ചലനങ്ങൾ, ഈ ചലനങ്ങൾ കാണുമ്പോൾ അവരെ മാറ്റി നിർത്തപ്പെടുകയാണ്. അല്ലെങ്കിൽ കളിയാക്കുക, അവരെ ഉപദ്രവിക്കുക, ഇതൊക്കെ അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഒരുപാട് കുറഞ്ഞു. എനിക്കിപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ്, മനസ്സുകൊണ്ട് ഞാൻ അവരുടെ കൂടെ. പക്ഷേ അങ്ങനത്തെ കുട്ടികൾ നമ്മളെ വീട്ടിൽ ജനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പം മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യുക, ചേർത്ത് നിർത്തുക എന്ന് ഞാൻ പറഞ്ഞത്. അവരെ മാറ്റി നിർത്തുക, നേരത്തെ ദിൽഷ പറഞ്ഞതിനോടാണ്. മാറ്റി നിർത്തപ്പെടുന്നോണ്ടാണ് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. അവരെപ്പോഴും പുറത്തേക്ക് തള്ളുകയാണ്. ഈ തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ പുറത്തിറങ്ങും, അവർ ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയൊക്കെ അവർ പോയി നിൽക്കുകയാണ്. അവരെല്ലാവരും ഉപയോഗിക്കുകയാണ്. മനസ്സിലായില്ലേ? അവർക്ക് പോലും അറിയുന്നില്ല എന്തിനാണ്. ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്, 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഭക്ഷണം കൊടുത്തു കൊണ്ടുപോയി അതിനെ ഉപദ്രവിച്ചു എന്ന്. അതിനറിയുന്നില്ല എന്താന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഉള്ളത്. അത് മാറിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ അവരെ നിർബന്ധിതരാക്കുന്ന, അവരെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യിക്കുക എന്നുള്ള സാധനം മറ്റുള്ള സമൂഹം അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് സത്യത്തിൽ. അതാണ് എനിക്ക് വിഷമം. അവർക്ക് അങ്ങനെ ഡ്രസ്സ് ഇട്ടാണ് അങ്ങനെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ മനസ്സിൽ. ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് എനിക്കൊരു വല്ലാത്തൊരു ഇത് തോന്നുന്നുണ്ട്. അവരെ കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കും. ഈ കളിയാക്കൽ കൊണ്ടാണ് അത് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നീ ആണും പെണ്ണല്ല. അപ്പൊ ഇത് പെണ്ണാവാൻ ശ്രമിക്കുകയാണ് അവര്. അവരുടെ ശരീരത്തിന് അവയവം മുറിച്ച് മാറ്റിയിട്ട് എന്നാ പോട്ടെ എന്ന് വെച്ചിട്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര വേദനയാണ് സത്യത്തിൽ കാണുമ്പോൾ. ഞാൻ അവരോടൊപ്പമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരൊരു പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളത് കാര്യം അവർ തന്നെ സ്വയം ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവരെ പറയുകയും ചെയ്യുന്നുണ്ട്. അത് കാണുമ്പോൾ ഇപ്പൊ എന്താ തോന്നുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിൽ എത്തുക എന്നുള്ളത്, നമ്മുടെ ശരീരത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കിയ അത് കൂടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? ഒരു മുറിവുണ്ടായി, ആ മുറിവ് തീർച്ചയായിട്ടും കൂടും. അതില്ലാതിരിക്കാൻ ഇവർ എന്തൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പിന്നുകൊണ്ട് കുത്തി എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നുകൊണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നുകൊണ്ട് കുത്തുന്നത്. അപ്പം എന്തുകൊണ്ടാണത്? അപ്പം അതിപ്പോഴും ആ ഓപ്പറേഷനൊക്കെ ശരിയാണോ? പലതും ശരിയാവുന്നില്ല, ചിലതൊക്കെ വിജയിക്കുന്നുണ്ട്,
ശരിയാണ്, നമുക്കറിയില്ല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മരണങ്ങൾ ഈ സംഭവിക്കുന്നുണ്ട്. കഥയിലൊക്കെ ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ല 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 അതിന് അല്ല, ഇതൊക്കെ ഒരു community ആണ്. കമ്മ്യൂണിറ്റി ഇതൊക്കെ ഒരു ഒന്നാണ്. community ആണ്. അല്ല യഥാർത്ഥത്തിലുള്ള 2 പെൺകുട്ടികൾ അല്ലേ അവർക്ക് അല്ല, മറ്റുള്ള ഈ കമ്മ്യൂണിറ്റി ഒന്നാണ്. സാർ, അല്ല സാർ, ഇതൊക്കെ ഒരു എനിക്ക് അതിന്റെ community ആണ്. വിഭാഗങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതിനകത്ത് അപാന്തര വിഭാഗങ്ങൾ ലെസ്ബിയൻ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ ഞാൻ എല്ലാം ഒരു ജസ്റ്റ് 2 community. പെണ്ണുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തെ വെച്ചാൽ ഞാൻ പറയും. ആ ആ ആ എന്റെ മനസ്സിൽ അതാണ് ചിന്ത. അല്ലാതെ ഓക്കെ, ഓക്കെ. ട്രാൻസ്ജെൻഡേഴ്സോ അങ്ങനെയുള്ള അവരെ ഞാനിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓ ഓ 2 പെൺകുട്ടികൾ, 2 പെണ്ണുങ്ങള്. അല്ല ചേട്ടാ, പെണ്ണുങ്ങൾ തന്നെ അപ്പൊ ആണുങ്ങളാവാൻ അത് ശ്രമിക്കുന്നു. എന്നെ ആണുങ്ങളുടെ കാര്യമാണ് ആണേലും അത് തന്നെയാ പറയുന്നത്. അപ്പൊ അതെ, അതിന് വ്യത്യാസമൊന്നുമില്ല. ആണുങ്ങളെ ആണേലും അത് അവർക്ക് അസുഖമൊന്നും അല്ല എന്നാണ് ഞാൻ 2 പറയുന്നത്. പുരുഷന്മാര് തമ്മിൽ 2 സ്ത്രീകൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തോടാ ഞാൻ പറയുന്നത്. ഇത് പണ്ടും ഉണ്ട്. ഉൾക്കൊള്ളാൻ ഇപ്പോഴാണ് പറ്റുന്ന ഒരു കാര്യമല്ല ധൈര്യം, ഇത്. ആൾക്കാർക്ക് പറയാനുള്ള ധൈര്യം ഇപ്പോഴാ, അത്രേ ഉള്ളൂ. ഇത് പണ്ടും നടക്കുന്നുണ്ട്. അല്ല അതുകൊണ്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, അവരവരുടെ വഴിക്ക് പോകുന്നു വിട്ടുന്നു. ഇത് ഒരു ഇതിന്റെ ഒരു ഞാനിതിന്റെ കഥയെ കൂടെ എഴുതിയാണ്, ഞങ്ങൾ 2 പേരുടെയാണ് ഇതിന്റെ കഥ. അപ്പോ നിങ്ങൾ ഒരു ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനകത്ത് അഭിനയിച്ചവർക്ക് അവരുടേതായിട്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാവാം. ഇനി നാളെ ഒരു സിനിമ കാണുമ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യമല്ല വേറെ രീതിയിലാണ് തോന്നിയെന്ന് പറയുന്നവരുണ്ടാവും. അപ്പൊ ഓരോരുത്തർ പ്രേക്ഷകർക്ക്. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ കഥ ഉണ്ടാക്കുന്ന സമയം തൊട്ടും അത് ഞങ്ങൾ ചർച്ച ചെയ്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിലൊരു വ്യക്തത കൃത്യമായിട്ടുണ്ട്. അത് അന്നുണ്ട് ഇന്നുണ്ട് എല്ലാ ഘട്ടത്തിലുണ്ട്. അതിനകത്ത് നമ്മൾ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ഒരു നമ്മൾ പൊതുബോധങ്ങൾക്കനുസരിച്ച് ജനിച്ച് വളർന്ന് ജീവിച്ചു പോകുന്ന ആൾക്കാർ തന്നെയാണ്. അതിനകത്തുനിന്ന് നമ്മൾ എങ്ങനെ പുതിയ അറിവുകളെ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ സിഗ്നൽസിനെ റിസീവ് ചെയ്യുക, എത്രത്തോളം നമുക്ക് നവീകരിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കാനും പുതിയ കാര്യങ്ങളെ പറ്റി പഠിച്ച് അതിനകത്ത് എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് ഓരോരുത്തരുടെയും ബുദ്ധി പ്രവർത്തനം അനുസരിച്ചിട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിനനുസരിച്ച് നമ്മൾ ഈ സിനിമ എടുക്കുന്നത് കൃത്യമായിട്ട് ഇവിടെയുള്ള തെറ്റായ പൊതുബോധത്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള നല്ല വ്യക്തത ഞങ്ങൾക്കുണ്ട്. ഇതിനകത്ത് ഒരു സോഷ്യൽ കോസ് ഉണ്ടല്ലോ. അതെ, അതിനപ്പുറത്തേക്ക് സിനിമ എത്രമാത്രം പണം ഉണ്ടാക്കും എന്നുള്ളതും ഒരു പ്രൊഡ്യൂസറിന്റെ വേവലാതിയാവേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും. അങ്ങനെയുള്ള ചിന്തകളുണ്ടോ? സായി ആദ്യം എൻ്റെ അടുത്ത് ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിൻ്റെ കഥയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് അത്രയുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല, നമുക്ക് വേറൊരു സമയം ആ പടം ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനൊരു സബ്ജക്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ സബ്ജക്റ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലൊരു യുണീക്കായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഒരു 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 ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ സ്ഥിരം പല ഫിലിം ഫെസ്റ്റിവലിലും പോയി പല എല്ലാ ലാംഗ്വേജും എല്ലാ ഫോറിൻ ഫിലിം ഫെസ്റ്റിവലെല്ലാം പടങ്ങൾ കാണുന്നതാണ്. അപ്പൊ ഇതിലെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് ന്യൂ ആയിരിക്കും. സായി അവതരിപ്പിച്ച ഒരു ട്രീറ്റ്മെന്റ് പുതിയതായിരിക്കും. പ്രത്യേകിച്ച് ജയരാജ് സാറിന്റെ അസോസിയേറ്റ് ആണ് സായി. അപ്പം ആ ഒരു തട്ടത്തിൽ നിന്ന് വന്നപ്പോൾ എല്ലാം മരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇതിലൊരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ അതിൽ കൈ കൊടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമേ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇതൊരു ഇൻഡിപെൻഡന്റ് മൂവി, ആൾക്കാർ പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് മൂവിയായി മാറുമോ, ഫെസ്റ്റിവൽ പടം എന്നുള്ള പേര് വരുമോ. പിന്നെ ഞാൻ ആലോചിച്ചു ഇനിയും ആ ഒരു ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എന്നുള്ളൊരു ആ ഒരു വേർതിരിക്കലിനെ അത് മാറ്റി അതായത് രണ്ടും ഒരേ സിനിമയാണ്, കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ അതിന് ഞാനൊരു കാരണമായേക്കാം എന്ന് എനിക്ക് തോന്നി.